സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മേഖലയിലെ ജനങ്ങളോട് കാണിക്കുന്ന നിസ്സംഗ സമീപനത്തിനെതിരെ ആക്രമണങ്ങൾക്കിരയാകുന്ന ഒരു ദുരന്ത ഭൂമിയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നത്, ആ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആധുനികമായ സങ്കേതങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ലോകത്ത് പല രാജ്യങ്ങളും കൊണ്ടുവരികയാണ്. പല സ്ഥലത്തുമുണ്ട് ഈ വിഷയം. പക്ഷെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ, നിങ്ങൾ വാൽപ്പാറയിൽ പോവും, വാൽപ്പാറയിൽ ആനശല്യയില്ല, അത് പരിഹരിക്കാനുള്ള ആധുനികമായ സങ്കേതങ്ങളെ കുറിച്ച് ഈ വനം വന്യജീവി വകുപ്പോ ഈ സർക്കാരോ ആലോചിക്കുന്ന പോലുമില്ല. ഒരുപാട് സംവിധാനങ്ങൾ, വനത്തിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ, അറിഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതെ അതിനെ തിരിച്ചോടിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം എല്ലായിടത്തും ഉണ്ടായിട്ട് കേരളത്തിൽ മാത്രം ഇതില്ല. അതുപോലെ നമുക്കറിയാം, വനം സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് നിലപാടാണ്. പക്ഷെ കേരളത്തിൽ വനവിസ്തൃതി എത്രയാ? 29.1%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29.1%. ഇന്ത്യയിൽ ദേശീയ ആവറേജിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ വനവിസ്തൃതി. കേരളത്തിലെ ജനസാന്ദ്രത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ വനത്തിന് പുറത്തേക്ക് ഇപ്പോ റിസർവ് ഫോറസ്റ്റ് ആക്കുകയാണ് സ്ഥലങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ. ഇപ്പൊ ബഫർ സോൺ കൊണ്ടുവരാൻ പോവാ. കട്ടപ്പന ടൗണൊക്കെ ബഫർ സോണിലാണ് ഇരിക്കുന്നത്. ഏലത്തോട്ടം ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ് വനഭൂമിയാക്കി. അപ്പൊ അവിടെ ജീവിക്കുന്ന മനുഷ്യൻ എങ്ങോട്ട് പോവും? എവിടേക്ക് പോവും? സർക്കാരിന്റെ പിടിപ്പുകേടാണ്. മനുഷ്യന് ജീവിക്കണ്ടേ? നമുക്ക് ഭരണഘടനയിൽ നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? സ്റ്റേറ്റിനാണ്, ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് അത് ചെയ്യുന്നുണ്ടോ? ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഈ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്നിപ്പോ മന്ത്രി രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞു, പ്രതിപക്ഷം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണ്. ഞങ്ങൾ നിയമസഭയിൽ എത്രയോ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു, എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴെല്ലാം മറുപടി പറയുന്നത് എന്താ? ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന ആളാണ് അദ്ദേഹം. ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, ബാക്കിയുള്ള പല വിഷയത്തിലും ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളോട് പറയുന്നത്, ഈ യാത്ര സാധാരണ മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് രാഷ്ട്രീയ ജാഥകൾ. ഇതൊരു രാഷ്ട്രീയ ജാഥയല്ല. മലയോര ജനതയുടെ സങ്കടങ്ങളോട്, അവരുടെ വിഷമങ്ങളോട്, പ്രയാസങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ജാഥയാണ്.
അവരോടൊപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ജാഥ ഞങ്ങൾ ഉണ്ടാകും കൂടെ. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇവിടെ കൺവീനർ പറഞ്ഞു, UDFന്റെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള 18 MP-മാരും പാർലമെന്റിൽ വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്താനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടും. കേരളത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ 2 സർക്കാരിന്റെയും മീതെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. എന്നിട്ടും നടന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ അവസാനിക്കാൻ സമയമായി. ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും. അതുവരെ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരയാത്രയ്ക്ക് സ്വീകരണം നൽകിയ നിങ്ങളോട് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.